ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്നൊരു ചക്കപ്പുഴുക്കായാലും ചക്കയുടെ സീസണാണ്. ഇപ്പോൾ ചക്ക കൊണ്ട് ഞാൻ എരിശ്ശേരി വിഷുവിന് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ചക്ക കൊണ്ട് പുഴുക്ക് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, വയസ്സായവർക്കും ചെറുപ്പക്കാർക്കും ഡയബറ്റിക് പേഷ്യൻസിനും ഏത് അസുഖമുള്ളവർക്കും കഴിക്കാവുന്ന ഒന്നാണ് ചക്കപ്പുഴുക്ക്. അത് ശരീരത്തിന് വളരെ നല്ലതാണ്. കൊച്ചു കുട്ടികൾക്കും കഴിക്കാം, വലിയവർക്കും കഴിക്കാം. അത് മാത്രമല്ല വളരെ ന്യൂട്രീഷ്യസ് ആണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈസി വേ ഓഫ് മേക്കിംഗ് ചക്കപ്പുഴുക്ക് നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, ഇനി ഇത് പല വിധത്തിലുണ്ടാക്കാം. അതായത് വെള്ളം ഒഴിച്ചു, ഞാൻ കുറച്ച് ചക്കയുള്ളൂ, അതിൽ വെള്ളം ഒഴിച്ചു, ഗ്യാസ് കത്തിച്ചു, വേവാൻ വയ്ക്കുന്നു. ഇനി ഇതിൽ ഇടേണ്ടത് ഒരു തരി മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ചക്ക എളുപ്പം വേവും. മഞ്ഞൾപ്പൊടി, ഒരു ലേശം മുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഇത്ര ഉള്ളൂ. അതിട്ട് ചക്ക വേവാൻ കഴിക്കും. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉപ്പ് ചക്കയ്ക്ക് അധികം വേവൊന്നുമില്ല, അതുകൊണ്ട് ഉപ്പ് ഒപ്പം തന്നെ ഇടാം. ഉപ്പിട്ടു, അത് ഇരുന്ന് വേവട്ടെ. അടച്ചു വയ്ക്കാം. ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കട്ടെ. കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് വളരെ എളുപ്പത്തിലുണ്ടാക്കാം. ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇതാ നോക്കൂ. നാളികേരം, ജീരകം, അതായത് അരമുറി തേങ്ങ, ഇത് 2 കൊത്ത് കറിവേപ്പില, 3-4 ഉള്ളി, 2 പച്ചമുളക്, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇത് ഒഴിക്കണം. ഇതാ വെളിച്ചെണ്ണയുടെ ഭരണി. ജീരകം അരയ്ക്കണം. മിക്സിയിൽ അധികം അരയ്ക്കേണ്ട, അത് വെണ്ണ പോലെ അരയ്ക്കേണ്ട, ഒരു തരിപ്പായിട്ട് അരയ്ക്കണം. 2 പച്ചമുളക് കിട്ടണം. നാളികേരം, ജീരകം, 2 പച്ചമുളക് കേട്ടോ. 2 ചുവന്ന മുളക് വളരെ കുറവായിട്ടുള്ളൂ പുഴുക്കൽ. ഇതിൽ ചുമന്ന പയറ് വേവിച്ച് ചേർക്കാനും ചെയ്യാം. നമുക്കത് 3-4 ഞാൻ വെച്ചിട്ടുണ്ട്. അത് അതിൽ അവസാനം ഇട്ടാൽ മതി. എന്താ വെച്ചാൽ അധികം അരയാൻ പാടില്ല ഉള്ളി. അത് കാരണം കൊണ്ട് പുഴുക്കിനാകുമ്പോൾ അധികം അരയാൻ പാടില്ല. ഇതൊക്കെ കൂടി അരച്ചു. പച്ചമുളക്, നാളികേരം കൂടി അരച്ചു. അത് ഇനി ഉപ്പ് അരച്ചു. നല്ലപോലെ വെന്തിട്ട് ഉപ്പുണ്ടോ നോക്കട്ടെ. ഞാൻ ഉപ്പുണ്ട്. ഇനി നമുക്ക് അരയ്ക്കേണ്ടതാണ് നാളികേരവും ജീരകവും കൂടി ഞാൻ അരച്ച് വെച്ചിരുന്നു. അത് ഇതിലിടും. നല്ല മണം വരണം കേട്ടോ. ഉഗ്രം മണമാണ് വരുന്നത്. നല്ല ടേസ്റ്റിയാണ്. വളരെ വായിൽ വെള്ളം ഊർന്ന മണം വരുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അധികം തിളയ്ക്കേണ്ട കറിവേപ്പിലയില്ല. 2 കൊത്ത് കറിവേപ്പിലയില്ല. ഇനി പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം. വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം. അധികം ഒന്നും ഒഴിക്കേണ്ട, ഒരു ടീസ്പൂൺ. ചക്കപ്പുഴുക്ക് കലായി. ഇത് എല്ലാവർക്കും, ഏത് രോഗികൾക്കും കഴിക്കാം. അത് മാത്രമല്ല ഡയബറ്റീസുകാർക്കും, ഷുഗറുകാർക്കും, അതുപോലെ ക്യാൻസറുകാർക്കും എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ പുഴുക്കാണത്. വളരെ ടേസ്റ്റാണ്. അത് മാത്രമല്ല ആരോഗ്യപരവുമാണ്. ഇതെല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കും. ഏറ്റവും ഈസിയാണ് ഉണ്ടാക്കാം. ഇതിൽ ചുമന്ന പയറ് വേവിച്ച് ചേർത്താൽ വളരെ ടേസ്റ്റാണ്. ഒന്നും കൂടെ ന്യൂട്രീഷ്യസ് ആവും. ഞാൻ ഇപ്പോൾ പയറിട്ടിട്ടില്ല എന്ന് മാത്രം. എല്ലാവർക്കും ഞാൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ എന്നും. എന്താ കാരണം എന്ന് വെച്ചെങ്കിൽ ഇത് ഇപ്പോൾ ചക്കയുള്ള സീസണാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയണേ. ന്യൂ ജനറേഷനൊക്കെ ഇത് അറിയിട്ട് ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ കഴിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.